എൻ്റെ കുട്ടിയുടെ കയ്യിൽ. പക്ഷേ അവൻ്റെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട്, അവൻ്റെ കൈകളിലുള്ള മൊബൈലിലെ വീഡിയോ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ എന്തെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ക്യാമ്പസുകളിൽ മാത്രമല്ല ലോകത്തിൻ്റെ മുന്നിലേക്ക് അവൻ തുറന്നിട്ട് കൊടുക്കുന്നു. കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ നമ്മുടെ കുട്ടി ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഇരിക്കുമ്പോൾ രക്ഷിതാക്കൾ സാധാരണ കരുതും ഒരു വലിയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഇരിക്കുകയാണല്ലോ എന്ന് കരുതാറുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ടവരെ, വീടുകളിൽ നിന്ന് നിങ്ങളുടെ ഒരു ശ്രദ്ധ അവർക്ക് മേൽ നൽകിയിട്ടില്ല എങ്കിൽ, ഒളിച്ചോട്ടങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മയക്കുമരുന്നിനും അതുപോലെയുള്ള അശ്ലീലതകൾക്കും ജീർണതകൾക്കും വിദ്യാർത്ഥികൾ അടിമപ്പെടുമ്പോൾ മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങൾ, നമ്മുടെ ടി വി അത്യാവശ്യമാണ്. ടി വിയിലൂടെ നമുക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്കാരം എന്താണ്? എന്ത് സംസ്കാരമാണ്? പണ്ടൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളുടെ മുകളിൽ കുടയുണ്ടാകുമായിരുന്നു. വലിയ കുട ഇങ്ങനെ കമഴ്ത്തി വെക്കും പഴയ കേബിൾ ചാനലുകാർ. എന്തിനാ? അതിപ്പോൾ കുടയില്ല. കാരണം പണ്ടൊക്കെ ഏതെങ്കിലും വീട്ടിൻ്റെ മുകളിൽ, മുസ്ലിം വീടുകളുടെ മുകളിൽ കുട കണ്ട ആ വീട്ടിൽ ടി വി ഉണ്ടെന്ന് എല്ലാവരും അറിയായിരുന്നു. അപ്പം എല്ലാവർക്കും ഒരു പ്രയാസമായിരുന്നു ആ വീട്ടുകാർക്ക്. പക്ഷേ അന്നും ആ കുട ഇപ്പം മാറി. ഇപ്പം ചെറിയ ചാനലുകളാണ്. എങ്ങനെയാണ്? കേബിൾ വയറുകൾ പിറകുവശത്തൂടെ നമ്മൾ വലിക്കും നമ്മുടെ വീട്ടിലേക്ക്. അത് ഏതെങ്കിലും ഒരു ഓഫീസിൻ്റെ മുകളിൽ ഒരു കുട ഇങ്ങനെ, സാധാരണ കുട ഇങ്ങനെയാണ് വെക്കുക, ഇതിങ്ങനെയാണ് വെക്കുക. കാരണം ഉള്ള അഴുക്കുകൾ മുഴുവനും അതിലേക്ക് വന്ന് നിറയും. ആ മഴ പോലെ ഇങ്ങനെ അതിലേക്ക് വന്ന് നിറയും. ആ അഴുക്കുകൾ ചെറിയ ചാനലുകളാക്കി മാറ്റി നമ്മുടെ വീടുകളിലേക്ക്, സ്വീകരണ മുറികളിലേക്ക് നമ്മൾ കൊണ്ടുവരും. അതാണ് നമ്മുടെ ടി വി സംസ്കാരം. ആ സംസ്കാരം പോലും നമുക്ക് സമ്മാനിക്കുന്നത് മലബാറിലെ പഴയ ഊടുവഴികളിലൂടെ നടന്നു പോകുമ്പോൾ, മഗ്‌രിബിൻ്റെ സമയം, ആ സമയത്തൊക്കെ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ച എന്തായിരുന്നു? നമ്മുടെ ആ പഴയ വീടുകളിൽ നിന്ന് ഉമ്മാമമാരുടെ ഖുർആനിൻ്റെ ശബ്ദം, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ശബ്ദം നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഉമ്മാമമാർ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് കാലുനീട്ടിയല്ലേ ഇരിക്കുന്ന, കിഴക്കോട്ട് കാലുനീട്ടി സ്ത്രീജന്മം, പുണ്യജന്മം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉമ്മാമമാർ. അവരുടെ കൈകളിൽ ആരാ റിമോട്ട് കൊടുത്തത്? അവരൊക്കെ ഇന്ന് റിമോട്ട് പിടിച്ച ഉമ്മാമമാരായി മാറി. ഈ സംസ്കാരം ക്യാമ്പസിനെ മാത്രം ബാധിച്ചതല്ല, നമ്മുടെ സമൂഹത്തിന് മുച്ചൂടും ബാധിച്ചിട്ടുള്ളതാ. എന്നിട്ട് ടി വി ചാനലുകളിലേക്ക് വിളിക്കുന്നവർ, മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ വരുന്ന കോളുകൾ ഏതൊക്കെ ചാനലുകളിലേക്ക്, ഞാൻ എൻ്റെ സമയം അതിക്രമിക്കുന്നു, ഓരോ കോളുകൾ, ഫോൺ വിളിക്കുകയാണ്. ഈ അടുത്ത് ആലപ്പുഴ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കുറച്ചകത്തോട്ടുള്ളൊരു ബസ് സ്റ്റാൻഡാണ്. ആ ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ KSRTC ബസ്സിൽ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. അവിടെ ഈ റേഡിയോയിൽ പരിപാടികൾ ഉറക്കെ ഒരു ഹോട്ടൽ മാത്രമല്ല, അവിടെ ഇങ്ങനെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ആ ബസ്സുകൾ നിർത്തിയിരിക്കുന്ന ആ വിജനതയിൽ എല്ലാവർക്കും ഉറക്കെ കേൾക്കാം. അതിലേക്ക് ഫോണിൻ പ്രോഗ്രാമാണ്. ആ ഫോണിൻ പ്രോഗ്രാമിലേക്ക് ഒരു സ്ത്രീ വിളിക്കുകയാണ്. ഒരു മുസ്ലിം സ്ത്രീയാണ് വിളിക്കുന്നത്. ഹലോ, എവിടുന്നാണ്, ഏത് പാട്ടാണ് വേണ്ടത് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്ത് ഒരു മുസ്ലിം സ്ത്രീയാണ്. ഉറക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. ആ നിശബ്ദതയിൽ അവരുടെ ശബ്ദം ഇങ്ങനെ, ആ ആങ്കറുമായി അവരിങ്ങനെ കുഴയുന്ന ശബ്ദം. ചോദിക്കുകയാണ്, എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണെന്ന് പറഞ്ഞതാണ്. ഞാൻ വൈഫ് ഹൗസാണ്. അതായത് ആരോടൊക്കെയോ മത്സരിക്കുകയാണ് നമ്മൾ. എന്താണ്, എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, ആരൊക്കെയോ വിളിക്കുന്നു. നമ്മൾക്കും അതിൻ്റെ ആ സംസ്കാരത്തിൻ്റെ ഭാഗമാവാൻ നമ്മളും ഇങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തിനാ ക്യാമ്പസിനെ മാത്രം കുറ്റം പറയും? ജീർണിച്ചിരിക്കുന്നു സമൂഹം മൊത്തത്തിൽ. ആ ജീർണത ക്യാമ്പസിനെയും, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കാൻ സമയമില്ല. പിന്നെ നമ്മുടെ മക്കളെ, വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കാൻ നമുക്ക് എവിടെയാ സമയം? അതുകൊണ്ട് ആ ജീർണത മൊത്തത്തിൽ അവർ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു മൊബൈലുമായി അവർ മൂലക്കൊതുങ്ങിക്കൂടുന്നു. നമ്മൾ ടി വിക്ക് മുന്നിൽ ഒതുങ്ങിക്കൂടുന്നു. നമുക്ക് സമയമില്ല. വീട്ടിലേക്ക് വരുന്നവർ, കല്യാണം പറയാൻ വരുന്നവർ സീരിയലിൻ്റെ സമയത്ത് വരുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും. വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് അവരെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് തന്നെ. ആരെയും പ്രത്യേകിച്ച് ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. സാമൂഹികമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ വന്ന് കയറി കല്യാണം പറയുന്നു. നമ്മൾ ആ ടി വിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആ കല്യാണമൊക്കെ കേട്ട് പോകുമ്പോൾ ചോദിക്കും നമ്മൾ, എപ്പോഴാണ് കണ്ണോക്കുന്നത്? നമ്മൾ കണ്ണോക്കുന്ന ഞങ്ങളുടെ നാട്ടിൽ പറയാം, മരണം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസമുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അതിനാണ്. അപ്പോൾ കല്യാണത്തിന് വന്നാൽ കണ്ണോക്കിനാണ് വിളിക്കുക. എന്താണ് നമുക്കൊരു പിടുത്തമില്ല. ആ കോലത്തിൽ വീട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളാണ് നാളെ ക്യാമ്പസിലേക്ക് അവരുടെ മൊബൈൽ ക്യാമറകളും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റിൻ്റെയും നാട്ടിൽ. നോക്കൂ, വിദ്യാർത്ഥികളുടെ ആ വിദ്യാർത്ഥി ലോകം എന്നൊക്കെ പറഞ്ഞ അറിവ് ഉപയോഗിച്ചുകൊണ്ട് അവർ ലോകത്ത് നടത്തിയിട്ടുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ, ആ മാറ്റം സമൂഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. താലിബാൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. താലിബാൻ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം എന്താ? വിദ്യാർത്ഥികൾ എന്നല്ലേ. ഉല്ലാ ഉമർ രാജ്യത്തിനൊക്കെ പിടിച്ചടക്കിയത് വിദ്യാർത്ഥി കൂട്ടത്തിന് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇറാനിലെ മഹത്തായ വിപ്ലവങ്ങൾ, ഇന്തോനേഷ്യയിലെ വിപ്ലവം, ലോകത്ത് വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളവർ മതവിദ്യാഭ്യാസം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളായിരുന്നു ഇതിൻ്റെ നേതൃത്വത്തിൽ വന്നവർ. എന്തേ അറബി കോളേജുകളിൽ നിന്ന് അപകർഷതാ ബോധം കൊണ്ട് തലകുനിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളാണ് സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടവർ. നിങ്ങളാണ് ക്യാമ്പസുകൾക്ക് ദിശാബോധം നൽകേണ്ടവർ.
പാശ്ചാത്യൻ്റെ സംസ്കാരം പഠിക്കുന്ന ക്യാമ്പസുകളിൽ അത് സംഭവിക്കില്ല. ഞങ്ങളുടെ അറിവുകൾ ആപേക്ഷികമാണ്. ഞങ്ങളെപ്പോലെയുള്ള പല പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയിരിക്കുന്നവർ ഞങ്ങളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ അറിവുകളെ ഞങ്ങൾക്ക് തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും സയൻസൊക്കെ തിരുത്തപ്പെടുന്നതാ, പക്ഷേ ശുദ്ധമായ വിജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് നമ്മുടെ കൈകളിലുള്ളത്. ഖുർആൻ പഠിക്കുന്നവർ, ഹദീസ് പഠിക്കുന്നവർ, അതിനെ തങ്ങളുടെ ജീവിത മാർഗരേഖയാക്കി കൊണ്ടു നടക്കുന്നവർ, സമയം കഴിഞ്ഞാൽ അത് കൊണ്ടു നടക്കുന്നവർ, അങ്ങനെ കൊണ്ടു നടക്കുന്നവർക്ക് എന്തിനാ അപകർഷതാബോധം? നിങ്ങൾ സമൂഹത്തിനെ മാറ്റേണ്ടവരല്ലേ? നിങ്ങളല്ലേ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എഴുന്നേറ്റുന്നുകൊണ്ട് ഇത് പറയേണ്ടത്? നിങ്ങളും മൊബൈലിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടോ? നിങ്ങളും അതിൻ്റെ ജീർണതയ്ക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടോ? നിങ്ങളും ഓർക്കൂട്ടിൻ്റെ വൃത്തികെട്ട സംസ്കാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. ഓർക്കൂട്ട് നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ വൃത്തികെട്ട മറ്റൊരു മുഖമുണ്ടല്ലോ, 90% വരുന്ന വൃത്തികേടിൻ്റെ ഒരു മുഖമുണ്ടല്ലോ. ആ മുഖത്തിലേക്ക് കൂപ്പുകുത്തി പോയിട്ടുണ്ടോ? നമ്മളും കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കാണുന്ന വർത്തമാനങ്ങളിൽ പലതും പാശ്ചാത്യൻ കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ മറ്റ് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ, മതകീയമായ ബോധമില്ലാത്ത വിദ്യാർത്ഥികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണോ നമ്മളും കാണുന്നത്? പിന്നെ എന്തിനാ? നമ്മളല്ലേ ഈ നാടിനെ നല്ല നിലക്ക് നടത്തേണ്ടവർ, ഈ നാടിൻ്റെ മുന്നിൽ നിൽക്കേണ്ടവർ. ലോകത്ത് വിപ്ലവങ്ങൾ നടത്തിയവരെല്ലാം മതകീയമായ വേരുള്ള വിദ്യാർത്ഥി ലോകമായിരുന്നു. നിങ്ങൾ മുന്നോട്ട് വരാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ നശിക്കും, നമ്മുടെ മാതാപിതാക്കൾ നശിക്കും. നോക്കൂ, ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ നൽകിയ ഉപദേശങ്ങൾ എന്തൊക്കെയാ? ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. മോനെ, പൊന്നുമോനെ, ശിർക്ക് ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ പറയുന്ന ഒന്നെന്താ? നീ നന്മ പറയുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നാണ്. ഒരു രക്ഷിതാവ് നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മോനെ, നീ തിന്മ ചെയ്യാതിരിക്കുകയും നന്മ കൽപ്പിക്കുകയും ചെയ്യുക എന്നാണ് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് പറയുന്നത്. ഒരു ഉമ്മ, ഒരു വാപ്പ നമ്മളോട് എന്തെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, രക്ഷിതാക്കളുടെ കാര്യം അവിടെ മാറ്റി നിർത്തുക. എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളോടാണ്, അല്ലെങ്കിൽ എൻ്റെ സതീർത്ഥ്യരോടാണ് എൻ്റെ ചോദ്യം. നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർക്ക് മറ്റു പലതിലുമാണല്ലോ നേരം. ആ സമയത്ത് അവരത് പറയാറില്ല. ഒരു ഉമ്മയും ഒരു വാപ്പയും അതിന് തയ്യാറാവുന്നില്ല. മോനോട് പറയും, നീ ആ തിന്മയിൽ പോണ്ട, പക്ഷെ നന്മ പറയാറുണ്ടോ? MSMൻ്റെ ഒരു പരിപാടി വരുമ്പോൾ MSMൻ്റെ വിദ്യാർത്ഥികൾ ആ ഒരു പ്രോഗ്രാമുമായി മുന്നോട്ട് പോകുമ്പോൾ ആ കൂട്ടത്തിലേക്ക് വിടാൻ നമ്മൾ തയ്യാറാവാറില്ല. നന്മ പറഞ്ഞു കൊടുക്കാനുള്ള കൂട്ടത്തിലേക്ക് പറഞ്ഞു വിടാൻ, എന്ന് മക്കളെ അങ്ങനെ പറഞ്ഞു വിടാൻ തയ്യാറാവുന്നുണ്ടോ? അന്ന് ഒരുപക്ഷെ മാറ്റം അങ്ങനെയൊന്നുമല്ല ഉണ്ടാവും. എങ്ങനെ ഒന്ന് മാറി നിൽക്കാനുള്ള മനസ്സെങ്കിലും. ഞാൻ MSMകാരനാണ്, എൻ്റെ മോൻ MSMകാരനാണ്, അവനൊരു പക്ഷേ ആ സംഘത്തിലുള്ളത് കൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് മാറി നിന്നേക്കാം എന്നുള്ള ഒരു പടച്ചട്ടയുണ്ടല്ലോ. അത് ധരിപ്പിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാവുക, അതിനിറങ്ങിത്തിരിക്കുവാൻ. രക്ഷിതാക്കൾ നമ്മളോട് പറഞ്ഞിട്ടില്ല എങ്കിലും ലുക്മാനിൻ്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ വലിയ മഹദികളുടെയും മഹത്തുക്കളുടെയും പാരമ്പര്യമുള്ള രക്ഷിതാക്കൾ നമുക്കില്ലാതെ പോകുന്നത് നമ്മുടെ ഒരു വലിയ അഭാവമായി, വലിയൊരു ശൂന്യതയായി മനസ്സിലാക്കി നമ്മളതിന് തയ്യാറാവാൻ വിദ്യാർത്ഥികളും തയ്യാറായിട്ടില്ല എങ്കിൽ ജീർണിച്ചു പോകുന്ന ഈ സംസ്കാരത്തിൽ ദുരന്തങ്ങളെ നമ്മൾ കാതോർക്കേണ്ടി വരും. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.